സാമ്പത്തികമായി ഉയർച്ച വരാൻ ആഗ്രഹിക്കാത്തവർ കുറവാണ്. ചിലർക്ക് പണം ലഭിക്കാത്തതാകും പ്രശ്നം, മറ്റു ചിലർക്ക് കയ്യിലെത്തിയാലും ചെലവായി പോകുന്നതാകും പ്രശ്നം. അതും കാര്യമായ കാര്യത്തിനല്ലാതെ. നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് പണത്തിന് അതിൻ്റെതായ കാര്യമുണ്ടാകുന്നത്. ചിലപ്പോൾ കൂടുതൽ പണം കയ്യിലെത്തിയാലും അതിൻ്റെതായ ഗുണം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, കയ്യിൽ നീക്കിയിരിപ്പും ഉണ്ടാകില്ല. നമുക്ക് സാമ്പത്തികമായ ഉന്നതി തരാൻ ചില വഴികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏവർക്കും ഇന്ദ്രനീലത്തിലേക്ക് സ്വാഗതം. നല്ല പണമേ നിലനിൽക്കൂ എന്ന കാര്യം നാം മനസ്സിൽ വയ്ക്കണം. അതായത് തെറ്റായ വഴിയിലൂടെ വരുന്ന പണം നമുക്ക് അവകാശപ്പെടാത്ത പണം ആണ്. അത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഗുണത്തിന് പകരം ഇത് ദോഷമാകും വരുത്തുക. സുഹൃതമുള്ള പണം വേണം നാം ഉണ്ടാക്കാൻ. മോശം വഴിയിലൂടെ ഉണ്ടാകുന്ന പണം വേറെ ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുന്നു. അധിക ചെലവും ഉണ്ടാകുന്നു. നമുക്ക് ദേവീദേവ കടാക്ഷം ഉണ്ടാകേണ്ടത് പ്രധാനമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാമജപം എന്നത്. ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് നാമജപം നടത്തണം. സൂര്യാസ്തമയ ശേഷം അരമണിക്കൂറെങ്കിലും ഭഗവാനായി സമയം മാറ്റിവെക്കാം. ഭഗവാനെ സ്തുതിച്ച് മനസ്സിലോർത്ത് നാമജപം നടത്താം. അതുപോലെ ക്ഷേത്രങ്ങൾ, പള്ളികൾ പോലുള്ളിടത്ത് പോയി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ഇതുപോലെ തന്നെയാണ് ദാനം നൽകുന്നത്. മറ്റുള്ളവരെ സഹായിക്കുന്നത്. തങ്ങൾക്ക് ആവുന്ന രീതിയിൽ നമുക്കുള്ളതിന്റെ ഒരു ഭാഗം മറ്റുള്ളവരെ സഹായിക്കാൻ മാറ്റിവെക്കുന്നവർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്ന് ഉള്ളത് ശാസ്ത്രമാണ്. ദാനധർമ്മങ്ങൾ നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന ഒന്നുകൂടിയാണ്. നാം ശപിച്ചാകരുത്. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ദാനം നൽകുക. പണമുണ്ടാക്കാൻ ഹൈന്ദവ ശാസ്ത്രപ്രകാരം പറയുന്ന ഒന്നാണ് കനകധാരാ സ്തോത്രം. ഇത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ നടത്തിക്കിട്ടും. ഇത് സ്ഥിരം ജപിച്ചുകൊണ്ടിരിക്കുക. ഇതേറെ ഗുണം നൽകുന്നു. ശ്രീ ശങ്കരാചാര്യർ രചിച്ചതാണ് കനകധാരാ സ്തോത്രം. പേരിൽ തന്നെ കനകം അഥവാ സ്വർണം എന്ന പേരുള്ള ഈ നാമം സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറെ ഗുണകരമാണ്. ഇത് വെറുതെ ജപിച്ചാലും പോരാ, മനസ്സിൽ ദേവീ ദേവന്മാരെ സ്തുതിച്ച് ആത്മാർത്ഥമായി ജപിക്കണം. ഇത് അടുപ്പിച്ച് ചെയ്യുന്നത് ഏറെ ഗുണം നൽകും. ഈ നാമജപം ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കുക. സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഒരിക്കൽ ശങ്കരാചാര്യർ ഭിക്ഷാടനത്തിനിടയിൽ ഒരു ദരിദ്രയായ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. വിശപ്പടക്കാനുള്ള ഉണക്കനെല്ലിക്കയല്ലാതെ മറ്റൊന്നും ആ സ്ത്രീയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ അത് പുറത്തു കാട്ടാതെ സന്തോഷപൂർവ്വം ശങ്കരാചാര്യർക്ക് ദാനം ചെയ്തു. ആ മഹത്വം മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ നിന്ന് തന്നെ കനകധാരാ സ്തോത്രം രചിക്കുകയും അത് പൂർണ്ണമായതോടെ ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവി സ്വർണ്ണ നെല്ലിക്കകൾ ആ സ്ത്രീയുടെ മേൽ വർഷിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. അക്ഷയ തൃതീയ ദിനത്തിലാണ് കനകധാരാ സ്തോത്രം രചിച്ചതെന്നാണ് വിശ്വാസം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനും ഉത്തമമാണ് കനകധാരാ സ്തോത്രം. ഭക്തിപൂർവ്വം തുടർച്ചയായി ജപിച്ചാൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിത സഹസ്രനാമ ജപം കുടുംബാഭിവൃദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ്. ഇതോടൊപ്പം കനകധാരാ സ്തോത്രം കൂടി ജപിച്ചാൽ 3 ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. കനകധാരാ സ്തോത്രം കൊണ്ട് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യവും ധനവും അനുക്രമം വന്നുകൊണ്ടേയിരിക്കും. അത് ജപിക്കുന്ന രീതി: ലളിത സഹസ്രനാമം ജപിക്കുന്ന അതേ രീതിയിൽ കനകധാരാ സ്തോത്രവും ജപിക്കാവുന്നതാണ്. കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ സന്ധ്യയ്ക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് വേണം ചൊല്ലാൻ. മനസ്സ് എപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. നാമം ചൊല്ലുന്നതിന് മുന്നിലായി ദേവിയുടെ ഫോട്ടോ, കുങ്കുമം, പുഷ്പം എന്നിവ വയ്ക്കുക. ശ്രദ്ധ പതറാതിരിക്കാനും ദേവീ സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും. നാമപാരായണത്തിന് ശേഷം ദേവിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും ഉത്തമമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.